Can you talk about chemistry postdoc positions in Monash and other universities in Australia? സോ പോസ്റ്റ് ഡോക് പൊസിഷൻസിൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ പൊതുവെ ഈ പോസ്റ്റ് ഡോക് പൊസിഷൻസൊക്കെ അവരുടെ ഗ്രൂപ്പ് തന്നെ PhD ചെയ്ത സ്റ്റുഡൻസിനാണ് പൊതുവെ ഈ പൊസിഷൻസ് കൊടുക്കാറ്. അല്ലെങ്കിൽ എന്ത് വേണ്ടി വരുമെന്ന് വെച്ചാൽ ഈ ഒരു സൂപ്പർവൈസേഴ്സിനൊക്കെ പുതിയ പുതിയ പ്രൊജക്റ്റുകൾ വരുന്നു. നമ്മുടെ ഈ PhD സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ഒന്നും അറിയാത്ത ഒരു ഫീൽഡിലുള്ള അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ ഇല്ലാത്ത ഏതെങ്കിലും ഫീൽഡിലുള്ള ഒരു ഏരിയയിലുള്ള ഏതെങ്കിലും ഒരു ഫണ്ടിങ് വരികയാണെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് വരികയാണെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിലേക്ക് ചിലപ്പം ഒരു പോസ്റ്റ് ഡോക് പൊസിഷൻ അങ്ങനെ പോസ്റ്റ് ഡോക്കിനെയൊക്കെ അങ്ങനെ എടുക്കും. അപ്പം അതുകൊണ്ട് പൊതുവേ നമുക്ക് പോസ്റ്റ് ഡോക് പൊസിഷൻസ് കുറവായിരിക്കും. അല്ലാതെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം നമുക്കറിയില്ല ഓരോ ഗ്രൂപ്പിലും നടക്കുന്നത് എന്തൊക്കെയാണ്, അവിടെയൊക്കെ എന്തൊക്കെയാണ് പ്രൊജക്റ്റ് ഉള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ സൂപ്പർവൈസറിന് മാത്രമേ അറിയുള്ളൂ. ഇപ്പം ഏതെങ്കിലും നമുക്കിപ്പോൾ മൊണാഷിലാണ് പോസ്റ്റ് ഡോക്ക് ചെയ്യാൻ താല്പര്യമെങ്കിൽ, ഓസ്ട്രേലിയയിലാണെങ്കിൽ അപ്പോൾ ആ യൂണിവേഴ്സിറ്റിൻ്റെ വെബ്സൈറ്റ് നോക്കി നമ്മുടെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സൂപ്പർവൈസേഴ്സിനെയൊക്കെ നമ്മൾ ലിങ്ക്ഡിനിൽ നമ്മൾ ഫോളോ ചെയ്യുക. അവർക്ക് വല്ല ഫണ്ടിങ്ങൊക്കെ വരികയാണെങ്കിൽ അവർ ചിലപ്പം ഈ പൊസിഷൻസൊക്കെ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് അവർ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലതാണ്. അവർക്ക് മെയിൽ അയച്ചിട്ട് ഞാൻ പുറത്ത് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, ഏതെങ്കിലും ഫണ്ടിങ്ങൊക്കെ നോക്കി കണ്ടുപിടിച്ചിട്ട് ഈ ഫണ്ടിങ്ങിൽ അപ്ലൈ ചെയ്യാനാണ് ഇൻട്രസ്റ്റ്, അപ്പോൾ ഞാൻ ആ ലാബിൽ വന്ന് വർക്ക് ചെയ്തോട്ടെ, നിങ്ങളെ എൻ്റെ സൂപ്പർവൈസർ ആക്കിയിട്ട് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ മെയിൽ അയച്ചു നോക്കാം. ചിലപ്പോൾ റിപ്ലൈ വരാൻ ചാൻസ് ഉണ്ട്. ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കയറിയിട്ട് ആരൊക്കെയാണ് നമ്മുടെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് നോക്കിയിട്ട് അവരെ ലിങ്ക്ഡിൻ ഫോളോ ചെയ്തിട്ട് അങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ.